രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളൊരു കയറി കാണിക്കും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ശ്രുതിയുടെ ഫോണിലേക്ക് മഹിമ വിളിക്കുകയാണ്. ആ സമയം ശ്രുതി ഓർത്തു, ഇവരെന്തിനാ തന്നെ വിളിക്കണമെന്ന് ഓർത്ത് കോൾ എടുത്തു. ആ സമയത്ത് മഹിമ പറഞ്ഞു, അല്ല ശ്രുതി, ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അല്ല എന്താ ആൻറ്റി, കാര്യം എന്താന്ന് ചോദിച്ചു. അതോ, അല്ല ശ്രുതിയും കൂടെ കടയിട്ടത് രവീന്ദ്രൻ്റെ പണം ഉപയോഗിച്ചിട്ടാണ്, PF തുക ഉപയോഗിച്ചിട്ടാണ് കടയിട്ടതെന്നൊക്കെയാണല്ലോ അറിയാൻ കഴിഞ്ഞ്. സത്യമാണോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ല അതെല്ലാവർക്കും കൂടെ അവകാശപ്പെട്ട തുകയല്ലായിരുന്നോ? അത് നിങ്ങൾ മാത്രമായിട്ട് അടിച്ചെടുത്ത് അങ്ങനെ ഇടുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ? അല്ല ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് തന്ന പണം കൊണ്ടാണ് ഷോപ്പ് തുടങ്ങിയതൊക്കെയല്ലേ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെ? ഓ, അപ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ കള്ളത്തരം കാണിക്കുമായിരുന്നല്ലേ? വീട്ടിൽ പോലും ആരോടും പറയാതെ. ഞാനിപ്പോഴേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ്, എന്നാലും അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം ശ്രുതിക്കാണെങ്കിൽ കർണത്തടിയേറ്റ വിലയിപ്പോയി. ഇതിനേക്കാളും വലിയൊരു അടി കിട്ടാനില്ല. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെ ആൻറ്റി, ഇത് ഞങ്ങളുടെ കുടുംബ വിഷയമാണ്. ഇതിനകത്ത് ആൻറ്റി കയറി ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ഇത് ഞങ്ങളുടെ കുടുംബക്കാര്യമാണ്. അത് ഞങ്ങൾ തമ്മിൽ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ച് തീർത്തോളാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മഹി പറഞ്ഞു, അല്ല ശ്രുതി, ഞാൻ അങ്ങനെയൊന്നും ഓർത്ത് കൂടുതലൊന്നും പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. ശ്രുതിക്ക് ഭയങ്കര അപമാനമായി പോയി. കാരണം വർഷ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. അതായിരിക്കും ഇപ്പം ആ പെണ്ണുപിള്ള തന്നെ വിളിച്ച് എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. അത്രയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു ശ്രുതിക്ക്. വർഷയുടെ അമ്മയ്ക്ക് വിളിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഫോൺ ബെല്ലടിച്ചു. കോൾ എടുത്തിട്ട് ശ്രുതി പറഞ്ഞു, നിങ്ങളോടെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? തലയിലേക്ക് കയറത്തില്ലേ? അത് ഇവിടുത്തെ ശ്രുതിയുടെ അച്ഛൻ്റെ പണമല്ലേ, നിങ്ങളുടെ പണമൊന്നുമല്ലോ. പിന്നെ നിങ്ങൾ അതിന് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അങ്ങേ തലയ്ക്കെന്ന് വിമല പറഞ്ഞു, മോളെ ഇത് ഞാനാ നിന്റെ അമ്മ. അമ്മയോ? അല്ല നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിച്ചു. ഒന്നും പറയണ്ടമ്മേ, ആ പണത്തിൻ്റെ പേരിൽ ഇപ്പോൾ വർഷയുടെ അമ്മ എന്നെ വിളിച്ചോളൂ. വർഷയുടെ അമ്മ വിളിച്ചിട്ട് പണത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് എന്നെ നാണം കെടുത്തി. ഞാൻ കരുതി വീണ്ടും അവർ വിളിക്കുന്നതായിരിക്കുമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വിമല പറഞ്ഞു, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട. അല്ല രവീന്ദ്രൻ വന്നോന്ന് ചോദിച്ചു. ഇല്ല വന്നില്ല എന്ന് പറഞ്ഞു. സാരമില്ല, വന്നു കഴിയുമ്പോൾ നീ പോയി അദ്ദേഹത്തോട് ക്ഷമയൊക്കെ ചോദിക്കണം. ഒരു കാരണവശാലും നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരില്ല, അറിയാലോ. അവിടെ തന്നെ നീ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി പറഞ്ഞു, ഞാൻ നോക്കട്ടമ്മേന്ന് പറയണം. പിന്നീട് ഇത്തിരി കഴിഞ്ഞപ്പോൾ ശ്രുതി പുറത്തേക്ക് വരുവാണ്. ആ സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു. ചന്ദ്രമതി ചോദിച്ചു, നീ ആരാന്നടി നിന്റെ ഭാവം? നീ എന്തൊക്കെയാടി വിളിച്ചു പറയണേ? നിനക്ക് വല്ല ബോധമുണ്ടോ? ആരോടെ എന്താ പറയണേ? നിനക്കൊന്നും അറിയില്ലല്ലേ എന്നൊക്കെ ചോദിച്ച് ശ്രുതിയോട് ദേഷ്യപ്പെട്ടു. ശ്രുതി ചോദിച്ചു, ഞാനോ? അതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്ന? അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു. ഒരു തെറ്റും ചെയ്തില്ലേടി. എടി വർഷയുടെ അമ്മ വിളിച്ചു കഴിഞ്ഞപ്പോൾ നീ എങ്ങനെയാ പെരുമാറിയത്? അവരൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞവരാ. എന്നിട്ട് നീ അവരോട് എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അമ്മേ, ഞാൻ ഇത് എൻ്റെ കുടുംബക്കാരോ, ഇതിനകത്ത് തലയുണ്ടെന്നൊക്കെ പറഞ്ഞോ? അത് ആൻറ്റി ഞാൻ അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വർഷയുടെ അമ്മ ആരാ? വർഷ ഈ കുടുംബത്തിൽ ആരാ? മരുമോളല്ലേ? അപ്പോൾ വർഷയുടെ അമ്മയ്ക്ക് ഇവിടെ സ്ഥാനമുണ്ട്. അത് നിനക്ക് അറിയാൻ പാടില്ലേ? എന്നിട്ടാണോ നീ അവരോടൊക്കെ അങ്ങ് ദേഷ്യപ്പെട്ടോ എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ ആൻറ്റി ഞാൻ മിണ്ടി പോയേക്കരുത്. ചില സ്വാതന്ത്ര്യം തന്നെന്ന് കരുതിയിട്ട് തലയെ കയറി നിരങ്ങുമല്ലേ? ഇതൊന്നും അങ്ങനെ സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലാൽ ഇത് ആവർത്തിച്ചാണ്ടല്ലോ അല്ലേ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് കിടന്ന് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ട് വന്നു. ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി ചോദിച്ചു, എന്താടാ? അല്ലമ്മ ഞാൻ ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങിയതാടാ, പോയിക്കൂടെ? അല്ല ശ്രുതി നീ വരുന്നില്ലേ? അവളെ നീ കൊണ്ടുപോകുന്നും വേണ്ട, നീ നിന്റെ കാര്യം നോക്കി പോയാൽ മതി. അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങണേ. എങ്ങോട്ടാടാ പോകുന്നത്? അല്ലമ്മ ഷോപ്പിൻ്റെ കീ എടുത്തോണ്ട് പെട്ടെന്ന് പോയിക്കോണം, ഇവിടെ കിടന്ന് കറങ്ങിയാലുണ്ടല്ലോ. ആ സമയത്താണ് രേവതി അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ശ്രുതിയെ ചീത്ത പറയുന്നത് ഇതെല്ലാം രേവതി കേട്ടു. രേവതിക്ക് ഭയങ്കര ടെൻഷനായി. രേവതി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് ചന്ദ്രമതി ചോദിച്ചു, നീ എന്തായാലും നോക്കി നിൽക്കുന്നത്? എല്ലാം കേട്ട് ആസ്വദിക്കണം. രാവിലെ തൊട്ട് എൻ്റെ വായിക്കകത്ത് വെള്ളമില്ല. ഇങ്ങനെ പറഞ്ഞ് മനുഷ്യൻ്റെ വായിക്കകത്ത് വെള്ളം പറ്റിക്കൊണ്ടിരിക്കുക. നീ കുറച്ച് ചൂടുവെള്ളം എടുത്തോണ്ട് താടി. അവിടെ നോക്കി നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? മുള്ളുമാരെയൊക്കെ എന്തിനു കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി രേവതിയോടും ദേഷ്യപ്പെടുകയാണ്. രേവതി അതിലൂടെ വന്നതേ ഉള്ളൂ. അപ്പോഴേക്കും രേവതിക്ക് വഴക്ക് കിട്ടുകയും ചെയ്തു. രേവതി ഒന്നും മിണ്ടാതെ അകത്തേക്ക് വെള്ളം എടുക്കാനായിട്ട് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വർഷ വീട്ടിലേക്ക് വന്നു. വർഷ വന്നിട്ട് ഫ്രിഡ്ജിനകത്തുനിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്ന സമയത്ത് രേവതി എന്നിട്ട് പറഞ്ഞു, വർഷ ഇതെന്താ കാണിക്കണമെന്ന് ചോദിച്ചു. അതെന്താ ഈ സമയത്ത് ഇങ്ങനെ പച്ചവെള്ളം കുടിച്ച് കൊള്ളാമെന്ന് ചോദിച്ചു. ചിലപ്പോൾ മഴ പെയ്യും തോന്നേ. അങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം പനിയൊക്കെ പിടിക്കും, അതുകൊണ്ട് വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞു.
ഞാനേ ചൂടുവെള്ളം വെച്ചോടെ തരാമെന്ന് പറഞ്ഞു. ശരി ചേച്ചി എന്ന് പറഞ്ഞു. ആ സമയത്താണ് ശ്രുതി വർഷയുടെ ശബ്ദം കേട്ടെ. അത് കേട്ടിപ്പോൾ ശ്രുതിക്ക് സഹിച്ചില്ല. അവള് വന്നിട്ടുണ്ട്, അവളുടെ അമ്മ തന്നെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞേ, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നേരെ എന്ത് ചെയ്യുവാണ്, വർഷയുടെ അടുത്തേക്കുന്നു. അപ്പം രേവതി ഉണ്ടായിരുന്നു. വർഷയുടെ അടുത്ത് നിന്നിടിച്ചു. നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചേക്കെന്ന് ചോദിച്ചു. എന്താ നിന്റെ അമ്മയോട് നീ എന്നെക്കുറിച്ച് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. അതിന് ഞാനൊന്നും പറഞ്ഞില്ലോ. നീ എന്തിനാ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞേ? ഷോപ്പ് തുടങ്ങാനായിട്ട് അച്ഛൻ്റെ പണം എടുത്തിട്ടാണ് സുധി ഞാനങ്ങ് ഷോപ്പ് തുടങ്ങിയത്. നിന്റെ അമ്മ വിളിച്ചെന്നെ ചോദ്യം ചെയ്തെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വർഷ പറഞ്ഞു, അത് പിന്നെ ശ്രുതി ചേച്ചി ഇങ്ങനെ പൊതുവെ സംസാരിക്കണ സമയത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു. അങ്ങനെ സംസാരിക്കണ സമയത്ത് പറഞ്ഞു പോയതാ. അത് ചേച്ചി ഇത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട ഒന്നുമില്ലായിരുന്നു പറഞ്ഞു. നീ കൂടുതലൊന്നും പറയണ്ട. അപ്പം തന്നെ നീ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞില്ലേ നിന്റെ സംസ്കാരം എന്താടി, അതിങ്ങനെ ആടി ഇങ്ങനെ ആടി എന്നൊക്കെ പറഞ്ഞു കുറേ ചീത്ത പറയണം. വർഷ പറഞ്ഞു, സൂക്ഷിച്ച് സംസാരിക്കണം. എൻ്റെ അമ്മ വിളിച്ചപ്പോൾ ചേച്ചി എന്താ പറഞ്ഞേ അമ്മയോട്? ചേച്ചി നല്ല രീതിയിലാണ് സംസാരിച്ചേ. ഞാൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നം, അതിനകത്ത് ഇടപെടാൻ വരില്ലെന്ന്. രേവതി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും ശ്രുതി? കാരണം വർഷയുടെ അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കുടുംബത്തിലെ ബന്ധുക്കാരായിട്ട് വരില്ലേ, അപ്പം പിന്നെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു. അതേ രേവതി, നീ ഇതിനകത്ത് ഇടപെടണ്ട, പറഞ്ഞു കേട്ടല്ലോ. മിക്കവാറും നീ നിന്റെ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ ഈ കാര്യങ്ങളൊക്കെ. കുറച്ച് കഴിയുമ്പോൾ അവരും എന്നെ വിളിക്കുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷയുടെ നേർക്ക് തിരിഞ്ഞിട്ട് ശ്രുതി പറഞ്ഞു, എന്നാലും ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ തലയിടാൻ വരണ്ടെന്ന് അവരോട് പറഞ്ഞേക്കണം. വർഷ പറഞ്ഞു, അതെങ്ങനെ ശരിയാവും? ഞാൻ ഈ കുടുംബത്തിലെ അംഗമല്ലേന്ന് ചോദിച്ചു. ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത വിഷമവും കാര്യങ്ങളൊന്നും വർഷയുടെ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു. വർഷ പറഞ്ഞു, ശ്രുതി ചേച്ചിക്ക് വെറുതെ തോന്നുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയൊന്നും മനസ്സിലോർത്ത് പറഞ്ഞൊന്നുമല്ല, പൊതുവേ പറഞ്ഞു കൊടുത്തേ അങ്ങ് പറഞ്ഞോളൂ. വഴക്കുണ്ടാക്കാനായിട്ടാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണ്ട, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയും വിട്ടുകൊടുത്തില്ല. വർഷയും പറഞ്ഞു, ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒച്ചപ്പാടും വേളം. ഒടുവിൽ രേവതി അവർക്കിടയിലേക്ക് കയറി. രേവതി പറഞ്ഞു, നിർത്ത് രണ്ടുപേരും കൂടെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വഴക്കുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല, വെറുതെ ഇങ്ങനെ മനസ്സമാധാനക്കേട് ഉണ്ടാക്കുന്ന എന്തിനാ, അതുകൊണ്ട് നിർത്തിയാക്കാൻ പറഞ്ഞു. കണ്ടില്ലേ രേവതി ചേച്ചി പറയുന്ന കേട്ടോ, ശ്രുതി ചേച്ചി പറഞ്ഞു കേട്ടോ, ഞാൻ എന്തോ വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞെന്ന്, അതുകൊണ്ട് അമ്മ ഇങ്ങനെ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞതൊക്കെ ഞാൻ എന്ത് പറഞ്ഞിട്ടാ, സാരമില്ല പോട്ടെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഒടുവിൽ ശ്രുതിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. രേവതിയുടെ കയ്യെ പിടിച്ചു. രേവതി വർഷയുടെ കയ്യെ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് ഏറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, അതെ പ്രതി പ്രശ്നമാക്കാൻ പോകണ്ട, അറിയാലോ ശ്രുതിയുടെ സ്വഭാവം, നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ എതിര് പറഞ്ഞുകൊണ്ടിരിക്കുക. ആകെപ്പാടെ സമത നെറ്റിയ മട്ടില്ല, അതുകൊണ്ട് തൽക്കാലത്തേക്ക് മിണ്ടായിരിക്കുന്ന ബുദ്ധി എന്ന് പറഞ്ഞു. അല്ല അതിന് നമ്മളെന്തിനാ വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. സാരമില്ല പോട്ടെ, ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ദിവസത്തേക്കൊന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി എന്തായാലും ആ പ്രശ്നം അങ്ങോട്ടൊന്ന് സോൾവ് ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ശ്രുതിക്കാണ് സങ്കടവും ദേഷ്യം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇതേ സമയത്ത് ശ്രുതി ഷോപ്പിലിരിക്കുകയാണ്. അപ്പം ശ്രുതി വിളിക്കുന്നുണ്ട്. പക്ഷെ ശ്രുതി കോൾ എടുത്തില്ല. ശ്രുതിക്ക് പേടിയായിരുന്നു, ഇനി അമ്മ എങ്ങനെ വഴക്ക് പറഞ്ഞാലോ എന്ന് ഓർത്തിട്ട്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ചന്ദ്രമതിയെ വിളിക്കുകയാണ്. ചന്ദ്രമതിയെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മ എന്തെടുക്കുവാന്ന് ചോദിച്ചു. ഞാൻ വീട്ടിൽ, ഞാൻ ഇവിടെ ഇരിക്കുക. അല്ലമ്മേ ശ്രുതി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. വിളിച്ചു, എന്തിനാ അവള് വിളിച്ചേ? നീ എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്തോ? ഇല്ലമ്മേ, അമ്മയോട് ചോദിച്ചിട്ട് എടുക്കണ്ട, കോൾ എടുക്കുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അല്ല അവൾ എപ്പോഴാ വരുന്നതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ? ഓ അങ്ങനെയാണല്ലേ. അല്ല നീ പറഞ്ഞില്ലായിരുന്നു ഇന്ന് ഇവിടെ എന്തോ ലോഡൊക്കെ വരുമെന്ന്? ഒരു കാര്യം ചെയ്യാം, നീ ഇന്ന് വരണ്ടാന്ന് പറഞ്ഞു. വരണ്ടാന്നോ? അതെ, ലോഡൊക്കെ ഇറക്കിയിട്ട് ഒരു കാര്യം ചെയ്യാം, ഷോപ്പിൽ തന്നെ കിടന്നു, ഫുഡൊക്കെ അവിടെ നിന്ന് മേടിച്ച് കഴിച്ചോ, നാളെ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ലമ്മേ അത് പിന്നെ പറയുന്ന നീ ഇങ്ങോട്ട് അനുസരിച്ചാൽ മതി, പറഞ്ഞു കേട്ടല്ലോ, കൂടുതൽ ചോദ്യം പറച്ചിലൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ശ്രുതിക്കിട്ട് പണി കൊടുക്കാൻ കിട്ടിയ അവസരം ചന്ദ്രമതി പാഴാക്കുന്നില്ല. ഒടുവിൽ കോള് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ശ്രുതിയാണ് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ശ്രുതി കോൾ അറ്റൻഡ് ചെയ്തു. കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ചോദിച്ചു, എന്താ ശ്രുതി, നേരത്തേക്കാണെങ്കിൽ കസ്റ്റമറോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ വിളിച്ച ഉടനെ നീ കോൾ എടുക്കുന്നതാണല്ലോ, പക്ഷേ ഇപ്പം നീ എന്താ കോൾ എടുക്കാത്തതെന്നൊക്കെ ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, അല്ല അത് പിന്നെ അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നത്. അമ്മയോ? അതെ, ഇന്ന് എന്നോട് വരണ്ടെന്നാ പറഞ്ഞേ. അമ്മയ്ക്കാണ് ആകെപ്പാടെ ദേഷ്യവും സങ്കടമൊക്കെയാന്ന് തോന്നേ, അതുകൊണ്ട് ഞാൻ എന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞു. വരുന്നില്ലാന്നോ? അതെ, അമ്മയുടെ ദേഷ്യമൊക്കെ തീരട്ടെ, അത് മാത്രമല്ല ഇന്നിവിടെ ലോഡും കാര്യങ്ങളൊക്കെ വരും, അപ്പം അത് ഇറക്കണ സമയത്ത് ഞാനിവിടെ വേണമെന്ന് പറഞ്ഞു. അതിന് ശ്രുതി എന്തിനാ അവിടെ നിൽക്കണമെന്ന് ചോദിച്ചു. ഞാനിവിടെ നിന്നിലെ കാര്യങ്ങൾ ശരിയാകത്തില്ല. അപ്പം ഇത്രയും ദിവസം അങ്ങനെയൊന്നും ആയിരുന്നില്ല, പക്ഷെ ഇപ്പോഴങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി കോള് കട്ട് ചെയ്തു. ശ്രുതിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ആ സമയത്ത് രേവതി അങ്ങോട്ടേക്ക് വരുന്നേ. രേവതിയോട് ചന്ദ്രമതി ചോദിച്ചു, അല്ല രേവതി, നീ ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് ചോദിച്ചു. കഴിഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ശ്രുതിക്ക് വേണ്ടിയിട്ടെന്ന് ചപ്പാത്തി ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അതെന്താ? ശ്രുതിക്ക് വേണ്ട, ശ്രുതി ഇന്ന് വരത്തില്ല, ശ്രുതി നാളെ വരത്തോളൂ എന്ന് പറഞ്ഞു. ശ്രുതിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല.
കാരണം തനിക്കിട്ട് പണി തന്നാന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് കയറി പോവാണ്. ചന്ദ്രമതി പോയി കഴിഞ്ഞപ്പോൾ ഇത് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച പോലെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. അപ്പം തൻ്റെ അമ്മായിമ്മ തനിക്കിട്ട് പണി തരുവാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയിത്തീരുമെന്ന് പോലും അറിയത്തില്ല. ആകെപ്പാടെ ടെൻഷനായിപ്പോയി. അങ്ങനെ ശ്രുതിക്ക് നല്ല ഇടിവെട്ട് പണി കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.